ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മലയാളത്തിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ നോക്കാം. ഇന്ന് നമുക്ക് സമാസവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിരിച്ചെഴുത്ത്, അതുപോലെ ഈ അടുത്ത കാലത്ത് വരുന്നതാണ് കുടുംബ ബന്ധങ്ങൾ. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ധാരാളം വരുന്നു. അത്തരം ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. പിരിച്ചെഴുതിയതിൽ ശരിയേത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പിരിച്ചെഴുതിയതിൽ ശരിയേത്? എത്ര പേർക്ക് അറിയാം എന്ന് നിങ്ങൾ നോക്കൂ. പിരിച്ചെഴുതിയതിൽ ശരിയേതാണ്? ഒരു മിനിറ്റ്. പിരിച്ചെഴുതിയതിൽ ശരിയേതാണ് എന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇപ്പൊ പിരിച്ചെഴുതിയതിൽ ശരിയേത് ഇവിടെ തന്നിട്ടുള്ളത്, അവിടെ തന്നിട്ടുള്ളത് കേട് പ്ലസ് 2 ആണ് കേട്ടോ. കേട് പ്ലസ് 2 ആണ് ആദ്യത്തേത്. ഇത് കേട് പ്ലസ് 2 എന്നാണ് തന്നിട്ടുള്ളത് ഇത്. എന്നിട്ട് കേട്ടു എന്നാണ് ഇത്. ഇത് കല്ല് പ്ലസ് മതം എന്നാണ്. ഇത് കന്മതം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇനി ധനം പ്ലസ് തേ, ഇത് തേ ആണ്, അത് ധനത്തെ. അതുപോലെ തന്നെ കൺ പ്ലസ് നീർ, കണ്ണീർ. കണ്ണീർ എന്നിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതിലേതാണ് ശരിയെന്നാണ് ചോദ്യം. അപ്പം ഇവിടെ നിങ്ങൾക്ക് കേട് പ്ലസ് 2 കേട്ടു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് എന്തായിരിക്കും. പക്ഷെ അവിടെ നമുക്ക് പലപ്പോഴും അപകടം പറ്റും. കേട് പ്ലസ് 2 എന്നുള്ളത് കേൾ പ്ലസ് 2 എന്നാണ് വേണ്ടത്. കേൾ പ്ലസ് 2 കേട്ടു. അതുപോലെ തന്നെ കല്ല് പ്ലസ് മതം അല്ല വരിക. എന്താ വരിക? കൽ പ്ലസ് മതമാണ്. അത് കന്മതം എന്നായിട്ടാണ് വരിക. കന്മതം. അതുപോലെ തന്നെ ധനം പ്ലസ് തേ, ഇത് കാണുമ്പോൾ ശരിയാണെന്ന് വിചാരിക്കും. ധനം പ്ലസ് തേ, ധനത്തെ എന്നാണ് വരിക എന്നാവും വിചാരിക്കുക. പക്ഷെ അത് ധനം പ്ലസ് എ ആണ്. ഇവിടെയൊക്കെ നിങ്ങൾ കൺഫ്യൂഷൻ വരും, അറിയാം. പക്ഷെ പെട്ടെന്ന് ചോദ്യപേപ്പറിൽ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തീരുമ്പോൾ ഇവിടെയൊക്കെ തെറ്റ് വരാൻ ധാരാളം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൺ പ്ലസ് നീർ എന്താണ്? കണ്ണീരാണ്. അതാണ് ഇതിലെ ശരി. ഇവിടെ ശരി എന്ന് പറയുന്നത് കൺ പ്ലസ് നീ, കണ്ണീരാണ്. സവർണനമാണ് അവിടെ അത് വരുന്നത്. എന്താണ് സവർണനം എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പം നമുക്ക് നോക്കാം, ഓരോന്നും എടുത്തു നോക്കാം. ആദ്യം നമുക്കിവിടെ വരുന്നത് ആദേശസന്ധിയാണ്. ആദേശസന്ധി. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് അനുസ്വാരം വരുമ്പോൾ, അനുസ്വാരം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഇതിനെയാണ് അനുസ്വാരം എന്ന് പറയുന്നത്. ഇപ്പം മരം, മരത്തിലെ അനുസ്വാരം ഇതാണ്. അനുസ്വാരവുമായി ബന്ധപ്പെട്ടുള്ള ആദേശസന്ധിയിലേക്ക് നമുക്ക് നോക്കാം. അനുസ്വാരവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ് വരുന്നത്? അനുസ്വാര സന്ധി എന്ന് പറഞ്ഞാൽ നപുംസക നാമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നപുംസക നാമങ്ങൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അവിടെ ലിംഗങ്ങളില്ല. അവിടെ ഒരു പ്രത്യേക ലിംഗമെന്നോ സ്ത്രീലിംഗമെന്നോ പുല്ലിംഗമെന്നോ പറയാൻ പറ്റാത്ത ഒരു നപുംസക ലിംഗമാണ്. അപ്പോൾ നപുംസക ലിംഗത്തിൽ ഇങ്ങനെ അനുസ്വാരം വരുമ്പോൾ അങ്ങനെ കൂട്ടി എഴുതുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇപ്പം മരം, ധനം, പാലം. നോക്കൂ, ഈ 3 വാക്കുകൾ നോക്കൂ. മരം, ധനം, പാലം. ഇപ്പം മരം, ധനം, പാലം വരുമ്പോൾ അവിടെയൊക്കെ അനുസ്വാരത്തിലാണ് ഈ നപുംസക നാമങ്ങൾ അവസാനിക്കുന്നത്, അല്ലേ? ആ മുറുക്കത്തിലാണല്ലോ അവസാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ ത ആദേശിക്കും എന്ന് ഓർത്തു വെച്ചാൽ മതി. അതായത് മരം പ്ലസ് എ, ആ മുറുക്കത്തിന് പകരം എന്ത് വരും? താ വരും. ഇങ്ങനെ വരുമ്പോൾ എന്നിട്ട് ആ താ ഇരട്ടിക്കും, താ എന്നായി മാറും. എന്നിട്ട് അതിനോട് ഈ എ ചേർക്കും. അപ്പോൾ മര, ഇനി ആ അനുസ്വാരത്തിന് പകരം താ വന്നു, അത് എന്ത് ചെയ്തു? ഇരട്ടിച്ചു. എന്നിട്ട് അതിനോടൊപ്പം എ ചേർന്നു. അതിനോടൊപ്പം എ ചേരുമ്പോൾ എന്തായി മാറി? മരത്തെ എന്നായി മാറി. അപ്പോൾ മരം പ്ലസ് തേ എന്ന് തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് തെറ്റാണ്. എന്താണ് വേണ്ടത്? മരം പ്ലസ് എ ആണ് എന്തെന്ന് പറയുന്നത്? മരത്തെ എന്ന് പറയുന്നത് എന്ന് ക്ലിയർ ആവും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി മറ്റൊന്ന് നോക്കൂ. ഇപ്പോൾ ധനം പ്ലസ് ആൽ, ഇതും ധനം എന്ന് പറയുന്നതും നപുംസക നാമമാണ്. അവിടെ അനുസ്വാരം ആദ്യം താ ആദേശിക്കുന്നു. അതായത് അനുസ്വാരം പോയി, എന്താണ് ആദേശം എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരിക. അതായത് അനുസ്വാരം പോയി താ എന്നുള്ളത് വന്നു, പിന്നീട് താ ഇരട്ടിച്ചു,
ത ആയി മാറി. എന്നിട്ട് അതിനോട് ആൽ ചേർക്കുന്നു. അപ്പൊ ധനത്താൽ. ഇവിടെ ധനം പ്ലസ് ആൽ എന്നല്ല വന്നിട്ടുള്ളത്. ഇവിടെ എന്തായിരുന്നു നമുക്ക് തന്നത്? ധനം പ്ലസ് താൽ എന്നായിരുന്നു തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെയാണ് തരിക, ധനത്താൽ എന്ന് വരും. ഇപ്പൊ മരം ധനം. ഇപ്പൊ പാലം പ്ലസ് ഓട്. ഇവിടെയും നോക്കൂ, പാലം പ്ലസ് ഓട്, പാലത്തോട്. തോട് എന്നുള്ളത് നല്ലട്ടാ, പാലത്തോട്. അവിടെ ഈ മുറുക്കം എന്ത് ചെയ്തു? ആദ്യം ത ആയി മാറി, പിന്നെ അത് ത ആയി, ഇനി തായോട് ഓട് ചേർന്നപ്പോ തോടായി, പാലത്തോട്. ഓക്കെ, അപ്പോ അവിടെ മനസ്സിലായല്ലോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ തകാരം ആദേശിച്ച് അനുസ്വാരം പോയി, തകാരം ആദേശിച്ച് അത് ഇരട്ടിയായി, അതിനോട് പിന്നെ വിഭക്തി പ്രത്യയങ്ങൾ ചേരും. അതായത് ആദ്യം ഈ അനുസ്വാരം ത ആകും, പിന്നീട് അത് ഇരട്ടിക്കും, എന്നിട്ട് അതിനോട് ആലോ ഏയോ ഓടോ ഒക്കെ ചേർക്കും. അപ്പോൾ ഇതാണ് പ്രധാനം. ഇനി മറ്റൊന്ന് ഇവിടെ തന്ന എക്സാമ്പിൾസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് എക്സാമ്പിൾസിൽ നമ്മൾ വന്നിട്ടുള്ള ഏതാണ്? ഇവിടെ വന്നിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എന്തെല്ലാമാണ്? എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അപ്പോൾ നോക്കൂ, മറ്റ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. മറ്റ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ വിൽ പ്ലസ് ടു. എന്താണ് വന്നിട്ടുള്ളത്? വിൽ പ്ലസ് ടു വരികയാണ് വിചാരിച്ചോളൂ. വിൽ പ്ലസ് ടു വരുമ്പോ നമുക്കറിയാം വിൽ പ്ലസ് ടു. വിൽ പ്ലസ് ടു എന്നുള്ളത് വിറ്റു എന്നായി മാറും. വിൽ പ്ലസ് ടു എന്തായി മാറും? വിറ്റു എന്നുമായി മാറും. അതുപോലെ തന്നെ കേൾ പ്ലസ് ടു ആണ് കേട്ടു എന്നായി മാറുക. അതല്ലാതെ കേട് പ്ലസ് ഒന്നും അല്ല. കേൾ അതുമായി ബന്ധപ്പെട്ട് തൂ വരുമ്പോൾ കേട്ടു എന്നായിട്ട് മാറും. അതുപോലെ നമ്മൾ ഓർക്കേണ്ടതാണ് നെൽ പ്ലസ് മണി. അവിടെ ഈ ഇൽ പോയി ഇൻ വരും, ആദേശസന്ധി തന്നെയാണ്. നെന്മണി എന്നായിട്ട് മാറും, നെന്മണി. അവിടെ ഇൽ എന്നുള്ള വർണ്ണം പോയി ഏത് വരും? ഇൻ എന്നുള്ള വർണ്ണം വരും. അതോർത്തിരിക്കുക. അതുപോലെ തന്നെ നിൽ പ്ലസ് ടു. നിൽ പ്ലസ് ടു ആണ് നിന്നു എന്ന് വരിക. ഇവിടെയും നോക്കൂ, ഇൽ പോയി എന്താണ് വരിക? ഇൻ വരികയാണ്. അതുപോലെ തന്നെയാണ് ഉൻ പ്ലസ് ടു. എന്തായിരിക്കും ഉൻ പ്ലസ് ടു? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉണ്ടു. ഇതും ആദേശസന്ധിയാണ്. അതുപോലെ തന്നെയാണ് വെൾ പ്ലസ് മാടം. വെളുപ്പെന്നാണ് ഈ വെള്ളം വന്നിട്ടുള്ളത്, പക്ഷെ അത് വെൺമാടമാണ്, വെൺമാടം. അതുപോലെ തന്നെ മരം പ്ലസ് മരവും. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഈ പിരിവൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. വിൽ പ്ലസ് ടു വിറ്റു, കേൾ പ്ലസ് ടു കേട്ടു, നെൻ പ്ലസ് മണി എന്താണ് വരിക? നെൽമണി. ഇവിടെ ഇൽ പോയി ഇൻ വരുന്നുണ്ട്. നിൽ പ്ലസ് ടു നിന്നു, ഉൺ പ്ലസ് ടു ഉണ്ടു, വെൾ പ്ലസ് മാടം വെൺമാടം, മരം പ്ലസ് മരവും. ഇത് ഒന്ന് ഓർത്തിരിക്കേണ്ടത് നമുക്ക് നിർബന്ധമാണ്. അതുപോലെ മരം പ്ലസ് ഇൽ മരത്തിലാണ്, നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി നോക്കൂ, മറ്റൊന്ന് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് മറ്റൊരു ഭാഗം നൽ പ്ലസ് നൂൽ. ഇതുപോലെ തന്നെ വരുന്നതാണ്. ഇൽ പോയി നാ വരും, നന്നൂൽ. ഓക്കെ, അവിടെ നാ ഇൽ പോയി നാ തന്നെയാണ് വരുന്നത്. ഓക്കെ, അടുത്തത് തൊൾ പ്ലസ് 100. തൊൾ പ്ലസ് 100 അത് വരുമ്പോൾ ഇൽ പോയി നാ വരികയാണ്, പിന്നെ അത് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. 90. തൊൾ പ്ലസ് 100 90 ആണ്. എൻ പ്ലസ് 100 ഇതുപോലെ തന്നെ 800 ആണ്. ഓക്കുക, തൊൾ പ്ലസ് 100 തൊൾ എന്ന് എഴുതരുത്. തൊൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ ഉള്ളത് എന്നുള്ളതാണ്. 100-ന് മുമ്പേ ഉള്ളത് ഏതാണ്? 90 ആണ്. ഓക്കെ, തൊൾ പ്ലസ് 100 90, എൻ പ്ലസ് 100 800. ഇവിടെ എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം? അത് വരാനുള്ള കാരണം രണ്ട് വാക്കുകൾ അടുത്തടുത്ത് വരുമ്പോൾ,
ഉച്ചാരണത്തിന് വേണ്ടി അവയിലെ ശബ്ദങ്ങൾക്ക് അല്ലെങ്കിൽ വർണ്ണങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. ഇത് ഉച്ചാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ വർണ്ണമാറ്റം സംഭവിക്കുന്നത്. തൊൾ പ്ലസ് 100, 900 എന്ന് പറയുന്നതിനെക്കാട്ടും എളുപ്പമാണ് 90. ആ ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിനാണ് അവർ തന്നിരുന്നത് കൺ പ്ലസ് നീർ എന്തായി മാറി? കണ്ണീരായിട്ട് മാറി. കണ്ണീർ. കൺ പ്ലസ് നീർ കണ്ണീരായി മാറി. അപ്പൊ പൂർവ്വപദത്തിൽ എന്താ ഉണ്ടാവുന്നത്? അവിടെ നമുക്കറിയാം, അവിടെ പൂർവ്വപദത്തിൽ ഒരു അനുനാസികമുണ്ട്. പൂർവ്വപദം എന്ന് പറഞ്ഞാൽ ആദ്യ പദം, ഉത്തരപദം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദം. പൂർവ്വപദത്തിൽ ഒരു അനുനാസികമുണ്ട്. എന്താ അനുനാസികം? നാസികം എന്ന് പറഞ്ഞാൽ മൂക്ക്. മൂക്കിലൂടെ ഉച്ചരിക്കും. എന്ന് പറയുമ്പോൾ മൂക്കിലൂടെ വരുന്നത് ഇൻ എന്നൊക്കെ വരുമ്പോൾ മൂക്കിലൂടെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ അനുനാസികം അവിടെ പൂർവ്വപദത്തിൽ ഒരു അനുനാസികമായി ഉണ്ടായിരിക്കും. ഉത്തരപദത്തിലും ഒരു ന ഉണ്ടായിരിക്കും. ആ ന എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മൂക്കിൽ അവിടെ ഒരു ബന്ധമുണ്ട്. ആ മൂക്കിനൊരു ബന്ധമുണ്ട്. ആ ന എന്തായിട്ട് മാറും? അത് ന പല്ലിൽ തട്ടിയിട്ടാണ് ന എന്ന് ഉച്ചരിക്കപ്പെടുന്നത്. ന ന കണ്ടുവോ? പല്ലിന്റെ അടിയിൽ തട്ടിയിട്ടാണ് അത് ഉച്ചരിക്കപ്പെടുന്നത്. അത് എന്തായി മാറും? അത് സവർണനം നടക്കും. അതാണ് അവിടെ സവർണനം. അത് ന് എന്ന് വരുന്ന വർണ്ണത്തെ ഈ നാനെ പിടിച്ച് മൂപ്പര് തൻ്റെ വർണ്ണത്തിലേക്ക് കൊണ്ടുവരും, നായിലേക്ക് കൊണ്ടുവരും. അപ്പം നായായി മാറി. അങ്ങനെയാണ് 800. എന്ന് പറയുമ്പോൾ ഒരു മൂക്ക് കൂടെ മൂർധന്യ അനുസാരമാണ്. എന്ന് പറയുന്നത് മൃദുലമാണ്. നാവിൻ്റെ അവിടെ തട്ടിയിട്ട് അത്രമാത്രം ശബ്ദം മൂക്കിലൂടെ വരുന്നില്ല നാ എന്ന് വരുമ്പോൾ. അപ്പൊ ആ നാനെ പിടിച്ച് നായാക്കി മാറ്റും. അതാണ് സവർണനം എന്ന് പറയുന്നത്. ഇപ്പൊ മലയാളത്തിലെ പ്രധാന അനുനാസിക വർണ്ണങ്ങൾ ഓർത്തു വെച്ചോളുണ്ടു. ങ, ഞ, ന, ന, മ എന്നിവയൊക്കെയാണ്. ങ്, ന്, എന്നൊക്കെ പറയുമ്പോൾ മൂക്കിലൂടെയാണ് വരിക. ഓക്കെ, യെസ്. അപ്പൊ ഈ ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോൾ മറ്റേ എന്തിലൂടെയാണ് വരിക? മൂക്കിലൂടെയാണ് വരിക. ഇതൊക്കെ അനുനാസികങ്ങളാണ്. ങ, ഞ, ന, ന, മ. നിങ്ങൾ ചൊല്ലുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ങ മൂക്ക് ഉണ്ടാവണം. മൂക്കിലൂടെ നിങ്ങൾക്ക് ആ മൂക്കിൽ വിബ്രേഷൻ അറിയാം. ഞ, ന, ന, മ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ഇണ്ണനെ പിടിച്ചിട്ട് ഈ മൃദുല അനുസാരമായിട്ടുള്ള നാനെ പിടിച്ച് നാക്കി മാറ്റും, ആക്കി മാറ്റും. അപ്പൊ 800 എന്നായിട്ട് മാറും. ഇതാണ് അവിടുത്തെ ആ റൂള് എന്ന് നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പോൾ 8 + 100 800, 12 + 100 90, 4 + 100 നന്നൂൽ. ഓർത്തിരിക്കുക. യെസ്. അപ്പൊ കൺ പ്ലസ് നീർ കണ്ണീരാണ്. വെൺ പ്ലസ് നീർ അപ്പൊ എന്തായി മാറും? വെൺ പ്ലസ് നീർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വെൺ പ്ലസ് നീര് എന്തായിട്ട് മാറും? വെണ്ണീരായിട്ട് മാറും. വെൺ പ്ലസ് നീർ വെണ്ണീർ. വെൺ പ്ലസ് നീർ വെണ്ണീറായി മാറും. കൺ പ്ലസ് നീര് എന്തായി മാറും? കണ്ണീരായിട്ട് മാറും. അതുപോലെ തന്നെ കണ്ണീർ. n + 100 800 ആയിട്ട് മാറും. ഇവിടെയൊക്കെ നോക്കുക. 12 + 100 എന്തായി മാറും? 90 ആയിട്ട് മാറും. ഈ കൺസെപ്റ്റും കൂടി മനസ്സിലായാൽ നമ്മുടെ മനസ്സിൽ അത് ഉറയ്ക്കും, വല്ലാതെ തെറ്റിപ്പോവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയാം. ഇനി അടുത്തൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് എന്താണ്? അടുത്തൊരു ചോദ്യം വിപരീത പദങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നത്. വിപരീത പദങ്ങൾ. വിപരീത പദങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നു. നമുക്ക് ചെയ്യാം. ഞാൻ ആദ്യം ഇതിൻ്റെ അക്ഷരം നേരത്തെ നമ്മൾ ആകെ തകരാറായിരുന്നു. നമുക്ക് അക്ഷരത്തിലേക്കൊന്ന് റെഡിയാക്കാം. യെസ്. ഇനി നമുക്കൊന്ന് എടുത്തു നോക്കാം. ശരിയാവേണ്ടതാണ്. അതോ ഞാൻ ശരിയായിട്ടില്ലെന്ന് അറിയില്ല. വെരി വെരി ശരി. ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം? അബദ്ധം, സുബദ്ധം. ശരിയാണ്. അബദ്ധം എന്ന് പറഞ്ഞാൽ അബദ്ധം തന്നെയാണ്. സുബദ്ധം അബദ്ധമല്ല. നല്ല കാര്യമാണ്. ദക്ഷിണം, പ്രദക്ഷിണം. തെറ്റല്ല, തെറ്റാണ്. ദക്ഷിണത്തിന്റെ വിപരീതമല്ല പ്രദക്ഷിണം എന്ന് പറയുന്നത്. ദക്ഷിണം എന്ന് പറയുന്നത് ഉത്തരമാണ് വിപരീതം. അതുപോലെ തന്നെ ബാഹ്യം, അന്തരം. ബാഹ്യം, അന്തരം എന്നുള്ളിടത്ത് ഓർക്കുക, അന്തരം എന്നുള്ള വാക്കിന് അർത്ഥം വ്യത്യാസം എന്നാണ്.
ഉള്ളിൽ അകത്തുള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടേണ്ടത് ആന്തരമാണ്. സോ ഇതും തെറ്റാണ്. ഗണ്ഡനം മണ്ഡനം അത് കറക്റ്റാ. ഗണ്ഡനത്തിന്റെ വിപരീതമാണ് മണ്ഡനം. അപ്പൊ 1ഉം 4ഉം മാത്രമാണ് ഇവിടെ ശരി, ബാക്കി രണ്ടും തെറ്റാണ്. അപ്പൊ നമുക്ക് വിപരീത പദങ്ങളിലേക്ക് പോകാം. ഇതിലേക്കാണ് നമ്മൾ പോകാൻ പോണത്, വിപരീത പദങ്ങൾ. അപ്പൊ വിപരീത പദങ്ങൾ എന്ന് പറയുമ്പോൾ അബദ്ധത്തിന്റെ വിപരീതമാണ് അബദ്ധം, വിപരീതമാണ് സുബദ്ധം എന്ന് പറയുന്നത്. അബദ്ധത്തിന്റെ വിപരീതം ഏതാണ്? സുബദ്ധമാണ് അബദ്ധത്തിന്റെ വിപരീതം. അബദ്ധം എന്ന് പറഞ്ഞാൽ യുക്തിരഹിതമായ ഒന്നാണ്, ഒരു യുക്തിയില്ല, യുക്തിരഹിതമായ ഒന്നാണ്. സുബദ്ധമോ? സുബദ്ധം എന്ന് പറഞ്ഞാൽ യുക്തിയുള്ളതാണ്, യുക്തിയുള്ള ഒന്നാണ്. അബദ്ധം എന്ന് പറഞ്ഞാൽ യുക്തി ഇല്ല, ഒരു പറ്റല് പറ്റി. സുബദ്ധം അതല്ല, അത് യുക്തിയുള്ള ഒന്നാണ്. അതിൽ ആ സു നോർത്താൽ മതി. സു എപ്പോഴും നല്ലതാണ്. സു എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ് അർത്ഥം. അപ്പൊ സുബദ്ധം എന്ന് പറഞ്ഞാൽ യുക്തിബദ്ധമായ ഒന്നാണ്. അതുപോലെ ദക്ഷിണം എന്ന് വരുമ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വിപരീതങ്ങളാണ്. അതേസമയം ദക്ഷിണത്തിന് 2 തരത്തിലെ വിപരീതം പറയാം. ഉത്തരമാണ്. ഇനി വാമം തന്നിരുന്നു എന്നില്ലെങ്കിലും നമുക്ക് പറയാമായിരുന്നു. ദക്ഷിണം ഉത്തരം. പ്രദക്ഷിണം എന്ന് പറയുന്നത്, ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്ക് എന്നാണ് അർത്ഥം. ഉത്തരം വാമം എന്ന് പറഞ്ഞാൽ വടക്ക് എന്നാണ് അർത്ഥം. പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ആചാരപരമായി നമ്മൾ നടത്തുന്ന ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള റൊട്ടേഷനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രദക്ഷിണം. പ്രദക്ഷിണമാണ് പ്രദക്ഷിണ എന്ന് പറഞ്ഞാൽ ഒരു ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ആ യാത്രയാണ്. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നടത്തുന്ന ഒന്ന് എന്ന് ഓർത്തിരിക്കുക. അതാണ് പ്രദക്ഷിണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ആചാരപരമായിട്ടുള്ള എന്താണ്? പ്രദക്ഷിണമാണ്. വലത്ത് നിന്നാണ് ഈ പ്രദക്ഷിണം ആരംഭിക്കുക, വലത്ത് നിന്നുള്ള ചുറ്റലാണ്. അപ്പോൾ ദക്ഷിണം എന്ന് പറഞ്ഞാൽ ഉത്തരമെന്നോ അല്ലെങ്കിൽ വാമം എന്നോ ഒക്കെ അതിൻ്റെ വിപരീതം പറയാം. അതുപോലെ മറ്റൊന്ന് വന്നതാണ് ബാഹ്യം. ബാഹ്യത്തിന്റെ വിപരീതം ആന്തരമാണ്, എന്തല്ല? അന്തരമല്ല. ബാഹ്യത്തിന്റെ വിപരീതം എന്താണ്? ആന്തരമാണ്, അതല്ലാതെ എന്തല്ല? അന്തരമല്ല. ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത് എന്നുള്ളതാണ് അർത്ഥം. ആന്തരം എന്ന് പറഞ്ഞാൽ അകത്ത്. ഇപ്പോ അതേസമയം അന്തരം എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ്, വ്യത്യാസമാണ്. ഇപ്പൊ അജഗജാന്തരം നോക്കൂ, അജഗജാന്തരം. അജം എന്ന് പറഞ്ഞാൽ ആട്, ഗജം എന്ന് പറഞ്ഞാൽ ആന. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് അജഗജാന്തരം എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോ ആ 2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഏതൊക്കെയാ? ആന്തരം. ആന്തരം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്, ഹൃദയം എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ അന്തരം എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലത്തെ ഒന്ന് പഠിച്ചു. ഏതാ? അർദ്ധം. അർദ്ധം എന്ന് പറഞ്ഞാൽ പകുതി എന്നാണ് അർത്ഥം. പരീക്ഷയ്ക്ക് വന്നു തന്നെയാണ് അല്ലേ? അർത്ഥം എന്ന് പറയുന്നതോ അത് മീനിങ് ആണ്. ഇതുപോലെ നിങ്ങൾ ഓർത്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ് ഉദ്ദേശം. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏകദേശം. അതേസമയം ഉദ്ദേശ്യം എന്ന് പറയുന്നതാണ് ലക്ഷ്യം. ഉദ്ദേശ്യം എന്ന് പറയുന്നതാണ് ലക്ഷ്യം. ഇതുപോലെ മറ്റൊന്ന് വരും കേട്ടോ. ഇപ്പോൾ മറ്റ് അർത്ഥത്തിലുള്ള വ്യത്യാസമല്ല, അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തതൊന്ന് ഓർത്തു വെച്ച് നോക്കൂ. അവിടെ നമ്മൾ മുന്നേ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു കാര്യം? അനുഗ്രഹം. അത് കറക്റ്റാ. പക്ഷേ അനുഗ്രഹീതനല്ല, അനുഗ്രഹീതൻ അല്ല. എന്താണ് അത്? അനുഗ്രഹീതൻ ആണ്. ഓർക്കുക. അതേപോലെ വരുന്നതാണ് സാമ്രാജ്യം. കറക്റ്റാണ്. ഇത് അനുഗ്രഹീതൻ തെറ്റാണ്, അനുഗ്രഹീതനാണ് ശരി. പക്ഷെ അനുഗ്രഹമാണ് ശരി, അനുഗ്രഹമല്ല ശരി. ഇതും ശരി, ഇതും ശരി. ഇവിടെ വരുമ്പോ ഗ്ര, ഇവിടെ വരെ ഗൃ. സാമ്രാട്ടിൽ എന്തുണ്ട്? സാക്കി ദീർഘമുണ്ട്. സാമ്രാജ്യത്തിൽ സാക്കി ദീർഘമുണ്ട്. പക്ഷേ സമ്രാട്ടിൽ സാക്കി ദീർഘം വേണ്ട. ഓർത്തിരിക്കുക. ഇതൊക്കെ തന്നെ പലപ്പോഴായി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഈ അടുത്ത പരീക്ഷകൾക്ക് തന്നെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇനി ഖണ്ഡനം മണ്ഡനമാണ്. ഖണ്ഡനം മണ്ഡനം എന്ന് വരുമ്പോൾ
നോക്കൂ, ഖണ്ഡനം, മണ്ഡനം. എന്താണ് ഖണ്ഡനം എന്ന് പറഞ്ഞാൽ? ഖണ്ഡനം ഖണ്ഡിക്കുക, കഷ്ണങ്ങളാക്കുക, കഷ്ണങ്ങളാക്കുക, അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ളൊരർത്ഥമുണ്ട് ഖണ്ഡനത്തിന്. കഷ്ണങ്ങളാക്കുക, നശിപ്പിക്കുക, അല്ലെങ്കിൽ മുറിക്കൽ എന്നൊക്കെ അർത്ഥം ഖണ്ഡനത്തിനുണ്ട്. ഖണ്ഡിക്കുക, ഒരാളുടെ വാദം ഖണ്ഡിക്കുക, എതിർക്കുക എന്നർത്ഥമുണ്ട്. എതിർവാദം എന്നും ഖണ്ഡനത്തിന് അർത്ഥമുണ്ട്. അയാളുടെ വാദത്തെ ഖണ്ഡിച്ചു, എതിർവാദം. പ്രതികൂലമായിട്ട് വിമർശിക്കുക, പ്രതികൂല വിമർശനം. അല്ലെങ്കിൽ മറുവാദം കൊണ്ടൊരു നിരസനം, മറുവാദം കൊണ്ട് നിരസനം. ഇതിനൊക്കെ ഒറ്റ വാക്ക് ചോദിച്ചാൽ നിങ്ങൾ ഖണ്ഡനം പറഞ്ഞാൽ മതി. മറുവാദം കൊണ്ട് നിരസനം, പ്രതികൂല വിമർശനം, എതിർവാദം, ഇതിൻ്റെയൊക്കെ അതൊക്കെയാണ് ഖണ്ഡനം എന്ന് പറയാം, അല്ലെങ്കിൽ മുറിക്കുക. എന്നാൽ മണ്ഡനം എന്ന് പറഞ്ഞാൽ അതല്ല. മണ്ഡനം എന്ന് പറയുമ്പോൾ ഖണ്ഡനം കഷ്ണങ്ങളാക്കലാണെങ്കിൽ മണ്ഡനം ആഭരണമാണ്, അല്ലെങ്കിൽ അലങ്കാരമാണ്. മണ്ഡനം എന്ന് പറഞ്ഞാൽ ആഭരണം അല്ലെങ്കിൽ അലങ്കാരമാണ്. ഖണ്ഡനം മുറിക്കലാണ്, അതല്ലെങ്കിൽ കഷ്ണങ്ങളാക്കലാണ്. അതല്ലെങ്കിൽ ഖണ്ഡനം എന്ന് പറഞ്ഞാൽ എതിർവാദം കൊണ്ട് വിമർശനമോ, അതല്ലെങ്കിൽ പ്രതിവാദമോ, പ്രതികൂലവാദമോ, എതിർവാദമൊക്കെയാണ് ഖണ്ഡനം എന്ന് പറഞ്ഞാൽ. മണ്ഡനം അതല്ല, ആഭരണവും അലങ്കാരവുമാണ്. അതുകൊണ്ട് തന്നെ മണ്ഡനത്തിന് മറ്റൊരു വാക്കുണ്ട്. ഗ്രന്ഥകാരൻ, ആ കൃതി എഴുതിയ ആളെ, ഗ്രന്ഥകാരനെ പിന്താങ്ങി അനുകൂലമായി ചെയ്യുന്ന വിമർശനത്തെ മണ്ഡനം എന്ന് പറയും. അപ്പോൾ ഒരു കൃതിക്ക് നമുക്ക് വിമർശനം എഴുതുമ്പോൾ അത് ഖണ്ഡനമാവാം. പ്രതികൂലിച്ച്, എതിർവാദിച്ച് അത് മോശമാക്കി പറയാം. എന്നാൽ അതേസമയം മണ്ഡനം എന്ന് പറഞ്ഞാൽ അതിനെ അനുകൂലിച്ച് നടത്തുന്ന വിമർശനമാണ് എന്തെന്ന് പറയുന്നത്? മണ്ഡനം എന്ന് പറയുന്നത്. പാന്തരം, അന്തരം നമ്മൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഇനി നോക്കൂ, ഇതേപോലെയാണ് നമ്മൾ ചില പര്യായ പദങ്ങളിൽ ഇത് വരാറുണ്ട്. ചില പര്യായ പദങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ചില പര്യായ പദങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാം. സൂര്യൻ്റെ പര്യായ പദങ്ങൾ ഏതെല്ലാമാണ്? സൂര്യൻ്റെ പര്യായ പദങ്ങളിൽ ഇരവി വരും, ഇനൻ വരും, ഇരവ് വരും. പക്ഷെ ഇരവ് രാത്രിയാണ്. ഇതെല്ലാവരും എഴുതാറുണ്ട്. ഇരവ് രാത്രിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇരവി സൂര്യനാണ് എന്നറിയില്ല. ഇരവി സൂര്യനാണ്, രവിയും സൂര്യനാണ്. അപ്പൊ ഇരവി, ഇനൻ എന്നൊക്കെ പറയുന്നത് സൂര്യനാണ്. പക്ഷെ ഇരവ് എന്താണ്? രാത്രിയാണ് എന്ന് ഓർക്കുക. അതുപോലെ നോക്കൂ, ഇതിൻ്റെ അർത്ഥങ്ങൾ ചിലപ്പോൾ വരും. ഇപ്പൊ നോക്കൂ, ഇങ്ങനെ വരുന്ന അർത്ഥങ്ങളാണ്. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ തഥാ അപ്രകാരം. അതുപോലെ തന്നെ യഥാ ഇപ്പോൾ. അതുപോലെ തന്നെ തഥാ അപ്പോൾ. ഇത് വ്യത്യാസം മനസ്സിലാക്കുക. യഥാ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ. പക്ഷെ ആ ദാ രഥത്തിലെ ദായാൽ, ധനത്തിലെ ദാ പോയി രഥത്തിലെ ദാ ആയാൽ അപ്രകാരമാണ്. അപ്രകാരം അപ്പോൾ. അപ്പൊ തഥാ രഥത്തിലെ ദാ വരുമ്പോൾ അപ്രകാരമാണ്. തഥാ ധനത്തിലെ ദാ വരുമ്പോൾ അപ്പോളാണ്. അപ്രകാരം അപ്പോൾ. യഥാ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നർത്ഥം. അതുപോലെ മറ്റൊന്നാണ് പരിണാമം. പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ് അർത്ഥം. അതേസമയം പരിമാണം എന്ന് പറഞ്ഞാൽ അളവ് എന്നാണ് അർത്ഥം. രണ്ടു തമ്മിൽ മാറ്റുക. പരിണമിക്കുക എന്ന് പറഞ്ഞാൽ മാറുക എന്നാണ് അർത്ഥം. പക്ഷെ പരിമാണം എന്ന് പറഞ്ഞാൽ അളവ് എന്നാണ് അർത്ഥം. പരിണാമവും പരിമാണവും മാറിപ്പോകും. പരിണാമം മാറ്റമാണ്, പരിമാണം എന്താണ്? അളവാണ്. മണ്ഡനം നമ്മൾ കേട്ടു, അനുകൂല വിമർശനമാണ്, അല്ലെങ്കിൽ ആഭരണമാണ്. മണ്ഡനം അനുകൂല വിമർശനം അല്ലെങ്കിൽ ആഭരണമാണ്, അല്ലെങ്കിൽ അലങ്കാരമാണ്. അതേസമയം മുണ്ടനം എന്ന് പറഞ്ഞാൽ, മണ്ഡനത്തിന് പകരം മുണ്ടനം എന്ന് പറഞ്ഞാൽ തലമൊട്ടയടിക്കലാണ് കേട്ടോ. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ PSCക്ക് തോറ്റ് നമ്മൾ മുട്ടയടിക്കേണ്ടി വരും, അല്ലേ? തലമുട്ടയടിക്കലാണ് മുണ്ടനം എന്ന് പറയുന്നത്. ഓക്കെ,
അതുപോലെ മറ്റു പ്രധാന വിപരീത പദങ്ങൾ ഓർത്തു വെച്ചോളൂ. അബദ്ധം സുബദ്ധം പോലെ തന്നെയാണ് അതിശയോക്തി. അതിന്റെ വിപരീതം എന്താ? ഈ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുണ്ട്. അതിശയോക്തി, അതിന്റെ വിപരീതം ന്യൂനോക്തിയാണ്. അതിശയോക്തിയുടെ വിപരീതം എന്താണ്? ന്യൂനോക്തി. സോ അതിശയോക്തിയുടെ വിപരീതം എന്താണ്? ന്യൂനോക്തിയാണ്. അതുപോലെ തന്നെ അനുലോമം വരാറുണ്ട്. അനുലോമം വിപരീതം എന്താണ്? അനുലോമം, അനുലോമത്തിന്റെ വിപരീതം പ്രതിലോമമാണ്. അതുപോലെ തന്നെയാണ് അഭിജ്ഞൻ. അഭിജ്ഞൻ എഴുതുമ്പോൾ ഓർക്കണേ, ആദ്യം ജാ വന്ന് പിന്നെ ഞാ വരും. അഭിജ്ഞൻ, അത് വരുന്നത് അനഭിജ്ഞനാണ്. അനഭിജ്ഞൻ, അനഭിജ്ഞൻ. ഓക്കെ, അപ്പോൾ അതിശയോക്തി ന്യൂനോക്തിയാണ്, അനുലോമം പ്രതിലോമമാണ്, അഭിജ്ഞൻ അനഭിജ്ഞനാണ്. അതുപോലെ തന്നെ ആകർഷകം, അന വരുന്നത് ആകർഷകം, അതിൻ്റെ വിപരീതം അനാകർഷകം എന്ന് പറയാം. അനാകർഷകം. അതുപോലെ തന്നെയാണ് ആധ്യാത്മികം. അതിൻ്റെ വിപരീതം എന്താ? ആധ്യാത്മികം. അതിൻ്റെ വിപരീതം എന്ന് പറയുന്നത് ഭൗതികമാണ്. ആധ്യാത്മികം, ഭൗതികം. അതുപോലെ തന്നെ നോക്കൂ, ആദിമം അന്തിമം. ആദിമം അന്തിമം, ഇതൊക്കെ വിപരീത പദങ്ങളാണ്. അപ്പൊ അതിശയോക്തി ന്യൂനോക്തി, അതുപോലെ തന്നെ അനുലോമം പ്രതിലോമം, അഭിജ്ഞൻ അനഭിജ്ഞൻ, ആകർഷകം അനാകർഷകം, അധ്യാത്മം ഭൗതികം. തഥാ, എന്തിലെ ധാ വരുമ്പോൾ? രഥത്തിലെ ധാ വരുമ്പോൾ അപ്രകാരം. അതേസമയം തഥാ, ദാനത്തിലെ ധാ വരുമ്പോൾ അപ്പോൾ. യഥാ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. പരിണാമം പലപ്പോഴും തെറ്റിപ്പോകുന്നതാണ്. ന ആദ്യം വരുമ്പോഴാണ് മാറ്റം, മ ആദ്യം വരുമ്പോൾ അളവ്. അപ്പൊ മാറ്റത്തില് നോക്കുക, മാക്ക് മുന്നേ നാ വരണം, ഒന്ന് മാറ്റണം. പരിമാണത്തിലെ മായുടെ മുന്നിലേക്ക് നാനെ മാറ്റിയാലാണ് പരിണാമം വരിക. പരിണാമം, മാറ്റം, ഈ മാല് തുടങ്ങും എന്ന് വിചാരിക്കുക. അവസാനത്തെ മാല് തുടങ്ങും മാറ്റം. ആ മാനെ പിടിച്ച് മുന്നിലാക്കിയിട്ടാണ്. പരിമാണം എന്ന് പറഞ്ഞാൽ അളവാണ്. അതുപോലെ ഖണ്ഡനം എന്ന് പറഞ്ഞാൽ അനുകൂല വിമർശനമാണ്. മുണ്ടനം എന്ന് പറഞ്ഞാലോ? മുണ്ടനം എന്ന് പറഞ്ഞാൽ തല മുട്ടയടിക്കലാണ്. ഓർക്കുക, അത് തല മുട്ടയടിക്കലാണ് എന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഒരു മിനിറ്റ്. ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റായ ഭാഗങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ അവധിക്കാലം, തെറ്റൊന്നുമില്ല. ചെലവഴിക്കുന്നതിനെ കുറിച്ച്, അവിടെയും തെറ്റില്ല. അധ്യാപകരും രക്ഷിതാക്കളോടും, ഇവിടെ വേണ്ടത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം രോടും എന്നാണ് വേണ്ടത്. അധ്യാപകരോടും രക്ഷിതാക്കളോടും ആലോചിക്കേണ്ടതാണ്. സോ 3ലാണ് തെറ്റ്. സോ ഇവിടെ തെറ്റ് വന്നിട്ടുള്ളത് എവിടെയാണ്? 3 മാത്രമാണ് തെറ്റ്. അവിടെയുള്ളൂ, 3ൽ മാത്രമാണ് തെറ്റ്. വിദ്യാർത്ഥികൾ അവധിക്കാലം ചെലവഴിക്കുന്നതിനെ കുറിച്ച് ആരോട്? അധ്യാപകരോടും രക്ഷിതാക്കളോടും എന്ത് ചെയ്യേണ്ടതുണ്ട്? ആലോചിക്കേണ്ടതാണ് എന്നാണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ വന്നുള്ളത് എന്താ? ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം ഇവിടെ വന്നിട്ടുള്ളത് എന്താണ് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട എങ്ങനെയൊക്കെ PSC പരീക്ഷ വരും, ഇങ്ങനെ വാക്യത്തിലെ തെറ്റുകൾ പെട്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക 1 മിനിറ്റ് കൊണ്ട്. അവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ നിപാതം എന്ന് പറയുന്നത് ഒരു കൂട്ടിച്ചേർക്കുന്ന സാധനമാണ് ഇപ്പോൾ അധ്യാപകർ പ്ലസ് എന്നൊരു വാക്കിൽ വന്ന് അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ എന്നും വരികയാണ്. 2 കൂട്ടരെയും കൂട്ടി പറയുമ്പോൾ അവിടെയും വരണം. അല്ലാതെ ഇവിടെ ഓടെന്നോ ആലെന്നോ ഒന്നും വരാ. വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥികളാൽ എന്നൊന്നും പറയാൻ പാടില്ല. ഇവിടെ വന്നു അധ്യാപകരും വിദ്യാർത്ഥികളും അങ്ങനെ പറയുമ്പോൾ.
അല്ലാതെ അധ്യാപകരും വിദ്യാർത്ഥികളോട് തെറ്റാണ്. അങ്ങനത്തെ തെറ്റ് വരുന്നുണ്ടോ വാക്യത്തിൽ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ അധ്യാപകരും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർത്തൃഭാവമാണ്. ഇപ്പൊ വിദ്യാർത്ഥികൾ, അവിടെ അധ്യാപകർ കർത്തൃരൂപമാണ്. ഇവിടെ അധ്യാപകർ പ്ലസ് വന്നു. അതേസമയം മറ്റോർത്ത് വന്നത് രക്ഷിതാക്കൾ പ്ലസ് ഓടാണ്. അതായത് സംയോജിക രൂപമാണ് വന്നത്. രക്ഷിതാക്കളോട് അത് പറ്റില്ല. അപ്പൊ ഇവിടെയും എന്ത് ചേർക്കണം? ചേർക്കണം. അപ്പൊ അധ്യാപകരും രക്ഷിതാക്കളും. പക്ഷെ അങ്ങനെ ചേർത്താൽ ആ സെന്റൻസ് തെറ്റായി പോകുമായിരുന്നു. വിദ്യാർത്ഥികൾ അവധിക്കാലം ചെലവഴിക്കുന്നതിനെ കുറിച്ച് അധ്യാപകരും രക്ഷിതാക്കളും ആലോചിക്കേണ്ടതാണ് എന്ന് പറയേണ്ടതാണ്. അധ്യാപകരോടും രക്ഷിതാക്കളോടും ആലോചിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ, വിദ്യാർത്ഥികൾ അവധിക്കാലം ചെലവഴിക്കുന്നതിനെ കുറിച്ച് ഒന്നിച്ച് രണ്ടർത്ഥം മാറി. അപ്പൊ രണ്ടോടത്ത് ഒന്നില്ലെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് കൊടുക്കുക? ഓട് എന്ന് കൊടുക്കുക. രണ്ടും വ്യത്യസ്തമായി അവിടെ കൊടുത്തത് കൊണ്ടാണ് അവിടെ ആ വ്യത്യാസം വന്നിട്ടുള്ളത് എന്ന് പറയാം. അപ്പൊ കർത്തൃബന്ധത്തിലാണെങ്കിൽ അധ്യാപകരും രക്ഷിതാക്കളും, സംയോജിക ബന്ധത്തിലാണെങ്കിൽ അധ്യാപകരോടും രക്ഷിതാക്കളോടും. ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് അവിടെ നോക്കുക ഒരു സെന്റൻസ്. അപ്പം പെട്ടെന്ന് നമുക്ക് ആ തെറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തടുത്ത് വരുന്ന വാക്കുകളിൽ ഇങ്ങനെ ഉംന്നോ തന്നിട്ട് ഓടുന്നോ തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആൽ തന്നിട്ട് ഓട് തന്നിട്ടുണ്ടോ? അപ്പൊ രണ്ടും ഒരുപോലെ ആക്കുക, രണ്ടും ഒന്നിച്ചാണെങ്കിൽ. ഓക്കെ, ഇത് നല്ല ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. പലപ്പോഴും കയ്യിൽ നിന്ന് പോകും. ഇപ്പൊ ഈ നിപാതം എന്ന് പറഞ്ഞാൽ സംയോജിപ്പിക്കുക തന്നെയാണ്, പദങ്ങളെ ചേർക്കുന്നതാണ് നിപാതം കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങളേവ മറ്റൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. വാക്യത്തിൽ തെറ്റുള്ള ഭാഗം എന്നുള്ള ഭാഗം നമുക്കൊരു മറ്റൊരു ചോദ്യം ചെയ്തു നോക്കാം. മന്ത്രിയെ കണ്ടതിന് ശേഷം പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ കടുപ്പമായ ആരോപണം ഉന്നയിച്ചു. എങ്ങനെയാ? ഒന്നില്ലെങ്കിൽ ഈ കടുപ്പമായ എന്നുള്ള വാക്കിന് കടുത്ത എന്നോർത്താ ശരിയാണ്. കടുത്ത, കാരണം കടുപ്പമായ എന്ന് പറയുന്ന ഒരു വിശേഷണ രൂപമല്ല. കടുത്ത ആരോപണം അല്ലെങ്കിൽ കടുപ്പമേറിയ ആരോപണം, ഇത് രണ്ടും അവിടെ റെഡിയാണ്. കടുപ്പമായ ആരോപണം എന്ന് പറയില്ല. കടുപ്പം നാമമാണ്, നാമവിശേഷണമല്ല. ഓക്കെ, ക്ലിയർ ആവുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കടുത്ത ആരോപണം എന്നോ അല്ലെങ്കിൽ കടുപ്പമേറിയ ആരോപണം എന്നോ ഉന്നയിക്കണം. ഇവിടെ കടുപ്പമായ ആരോപണം മാത്രം എന്ന് പറയുന്നത് തെറ്റാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് വന്ന മറ്റൊരു ചോദ്യക്ക് മാത്രം ചോദിക്കാം. കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും കൂടി പങ്കെടുക്കേണ്ടതാണ്. ഇവിടെ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും കൂടി പങ്കെടുക്കേണ്ടതാണ്, ഇന്നത്തെ പരിപാടിക്ക് പങ്കെടുക്കേണ്ടതാണ്. എന്ന് വരുമ്പോ ഒരു സംയോജനമാണ്, പിന്നെ കൂടി എന്ന് വേണ്ട. അവിടെ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഇന്നത്തെ പരിപാടിക്ക് പങ്കെടുക്കേണ്ടതാണ്. ഇവിടെ രണ്ടിലാണ് തെറ്റ്. ഒന്നില്ലെങ്കിൽ മുതിർന്നവർ കൂടി എന്നാക്കി മാറ്റുക, അല്ലെങ്കിൽ മുതിർന്നവരും കൂടി എന്നാക്കി മാറ്റുക. മുതിർന്നവരും എന്നാക്കി മാറ്റുക. ഒന്നില്ലെങ്കിൽ കൂടി വേണ്ട, അല്ലെങ്കിൽ ഇവിടെ വേണ്ട. രണ്ടും കൂടി ഒന്നിച്ചു വരുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ധാരാളം വരാറുണ്ട്. ഓക്കെ, അപ്പൊ അതും ആലോചിക്കണം. അപ്പൊ അതായല്ലോ. അപ്പോ ഇവിടെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളിൽ വേണ്ടത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അത് പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ വരുമ്പോ എന്താണ് ഇവിടെ വരുന്നത്? ഐകമത്യം മഹാബലം. കറക്റ്റ്, ശരിയാണ്. ഇവിടെ ഐക്യമത്യം മഹാബലം എന്നല്ലട്ടോ. ഞാൻ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐകമത്യമാണ് ശരി, ഐകമത്യമാണ് ശരി, ഐക്യമത്യം തെറ്റാണ്. ഐക്യമത്യം തെറ്റാണ്.
അതുപോലെ തന്നെ ഐക കണ്ടേന ശരിയാണ്. ഐക കണ്ട്യേന എന്ന് വേണം. ഐക കണ്ട്യേന ശരിയാണ്. ഐക്യ കണ്ഡേന തെറ്റാണ്. ഐക്യ കണ്ട്യേന തെറ്റാണ്. ഇനി ഐക കണ്ടേനയും തെറ്റാണ്. എന്ത് വേണം? ഇവിടെ ആ ക്യ എന്ന് വേണ്ട, ഇവിടെ ഇന്ത്യയെ എന്ന് വേണം. അതേസമയം ഓക്കെ, നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? ഐക്യം ശരിയാണ് കേട്ടോ, ഐക്യമാണ് വരിക. പക്ഷെ അതിങ്ങനെ വരുമ്പോൾ ഐകമത്യം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇത് ശരിയാണ്. ഐകമത്യം മഹാബലം, ഒന്നിച്ച് നിൽക്കുന്നതാണ് മഹാബലം. നാരുകൾ ചേർന്നുള്ള കയറാൽ പാരിൽ കെട്ടുന്നു ദന്തിയെ. ദന്തി എന്ന് പറഞ്ഞ ആനേനെ. നാരുകൾ പിരിച്ചായാൽ അത് ബലമായി ഒന്നിച്ചു ചേരുന്നതാണ്. അപ്പൊ ഇത് രണ്ടും ഒരേപോലെയാണ്. ഇവിടെയും ഒരു നാരുകളുടെ കൂടിച്ചേരലുണ്ട്. ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും. ഒരു എക്സാം തോറ്റാൽ അടുത്ത 9 എക്സാം ഉണ്ട് നോക്കുക. ഒരവസരം പോയാലും വേറെ പല അവസരങ്ങളും ഉണ്ട് എന്നോർക്കുക. ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും. അത് ഇതുമായി ബന്ധപ്പെട്ടതല്ലേ. അവിടെ ഒരുമയുടെ കാര്യമല്ല, അതർ ഓപ്ഷൻസും ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം, അതും ഒരുമയെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇവിടെ വേറിട്ട് നിൽക്കുന്നത് ഏതാണ്? അവിടെ വേറിട്ട് നിൽക്കുന്നത് ഒരു പടി, ഒരു എന്താണ്? സി ആണ്. അവിടെ എന്താണ് കിടക്കുന്നത്? അവിടെ ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അവിടുത്തെ. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ചോദ്യം കാണാനില്ല, വരുന്നില്ല. ഓക്കെ, ഇനി ഒറ്റപ്പദം ഏത് എന്നുള്ളൊരു ചോദ്യമാണ്. ഒറ്റപ്പദത്തിലേക്ക് കൊടുക്കാം. ബന്ധങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ ചോദ്യപേപ്പറിലും ഒറ്റപ്പദം ചോദിച്ചത് ബന്ധങ്ങളിൽ നിന്നാണ്. അതിന് തൊട്ടടുത്തുള്ള പരീക്ഷയിലും ചോദിച്ചത് ഒറ്റപ്പദത്തിൽ നിന്നാണ്. ഏതിൻ്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? ഭാഗിനേയൻ എന്ന് പറയുന്നത് ഏതിൻ്റെ ഒറ്റപ്പദമാണ്? സഹോദരിയുടെ മകനാണ് ഭാഗിനേയൻ എന്ന് പറയുന്നത്. ആരാ ഭാഗിനേയൻ എന്ന് പറഞ്ഞാൽ? സഹോദരിയുടെ മകനാണ്. അപ്പൊ ഭാഗിനേയൻ ഓർത്തു വെച്ചോളൂ. ഭാഗിനേയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹോദരിയുടെ മകനാണ്. സഹോദരിയുടെ മകൻ ആണ് ഭാഗിനേയൻ. അപ്പൊ ഭാഗിനേയിയോ, അതും കൂടി ഇതിൻ്റെ ഒപ്പം ഓർത്തു വെച്ചോളൂ. ഭാഗിനേയി എന്ന് പറയുന്നത് സഹോദരിയുടെ മകളാണ്. അപ്പൊ ഭാഗിനേയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹോദരിയുടെ മകനാണ്. ഭാഗിനേയി സഹോദരിയുടെ മകളാണ്. അവിടെ നേയൻ നേയി. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി അടുത്ത ഒരു ഭാഗം നമുക്ക് നോക്കുമ്പോൾ ഏതാണ് വരുന്നത്? മറ്റ് ഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് മറ്റു ഭാഗങ്ങൾ വരുമ്പോൾ ചില ഭാഗങ്ങൾ, ഒരു മിനിറ്റ്, റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? ശരി, രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടങ്ങിയ ഒരു പ്രശ്നമാണ്. ഞാനൊരു മിനിറ്റ്. ഓക്കെ, മറ്റു ചില ഒറ്റപ്പദങ്ങളിലേക്ക് പോകാം. ഇപ്പൊ അച്ഛൻ്റെ അച്ഛൻ, എന്താ പേര്? അച്ഛൻ്റെ അച്ഛൻ. അച്ഛൻ്റെ അച്ഛൻ ആരാണ്? അച്ഛൻ്റെ അച്ഛൻ പിതാമഹനാണ്. അച്ഛൻ എന്നും വരാം, പിതാമഹൻ, അച്ഛൻ്റെ അച്ഛൻ. അച്ഛൻ്റെ അമ്മ അപ്പൊ ആരായിരിക്കും? അച്ഛൻ്റെ അമ്മ ആരായിരിക്കും? പിതാമഹി. അച്ഛൻ്റെ അച്ഛൻ പിതാമഹനും അച്ഛൻ്റെ അമ്മ പിതാമഹിയുമാണ്.
ഓർത്തിരിക്കുക. അമ്മയുടെ അച്ഛൻ ആരാണപ്പോ? എളുപ്പമാണ്. അമ്മയുടെ അച്ഛൻ. ആ പിതാമഹൻ വെച്ച് ആലോചിച്ച് നോക്കൂ. അച്ഛൻ എന്നുള്ളതിന് ഇവിടെ ഓർക്കുക, ഇവിടെ ചാണ്ടേ ഇച്ചയിലെ ചാണ്ടിട്ട അച്ഛനിൽ എപ്പോഴും ഞാനത് അമ്മയുടെ അച്ഛൻ ആരാണ്? മാതാമഹൻ. അപ്പോ അമ്മയുടെ അമ്മയോ? അമ്മയുടെ അമ്മ മാതാമഹി. അമ്മയുടെ അമ്മ ആരാണ്? മാതാമഹിയാണ് എന്നോർക്കുക. അതുപോലെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛൻ. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛൻ ആരാണ്? ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛൻ. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ശ്വശുരനാണ്. ശ്വശുരൻ. ഭാര്യ അഥവാ ഭർത്താവിൻ്റെ അമ്മ. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ ശ്വശ്രു ആണ്. ഇപ്പൊ ഭാര്യയുടെ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛൻ ശ്വശുരൻ, അമ്മായിയപ്പൻ. ശ്വശ്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ. ഇനി സഹോദരിയുടെ ഭർത്താവിന് എന്താ പറയുക? സഹോദരിയുടെ ഭർത്താവിന് അളിയൻ എന്ന് പറയും അല്ലേ? എന്നാ മറ്റൊരു വാക്കുണ്ട്, സഹോദരിയുടെ ഭർത്താവ്. സഹോദരിയുടെ ഭർത്താവിന് സ്യാലൻ എന്ന് പറയും. സഹോദരിയുടെ ഭർത്താവിന് എന്തെന്ന് പറയും? സ്യാലൻ. എന്നാൽ മകളുടെ ഭർത്താവ് ജാമാതാവാണ്. മകളുടെ ഭർത്താവ് ആരാണ്? ജാമാതാവാണ്. അപ്പൊ സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ, മകളുടെ ഭർത്താവ് ജാമാതാവ്. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛൻ ആരാണ്? ശ്വശുരൻ. ഭാര്യ അഥവാ ഭർത്താവിൻ്റെ അമ്മ ശ്വശ്രു. മറന്നു പോകണ്ട, ചോദിക്കാറുണ്ട്. പുത്രന്റെ പുത്രൻ ആരാണ്? പുത്രന്റെ പുത്രൻ ഓർക്കുക. പുത്രന്റെ പുത്രൻ എളുപ്പമാണ്. പുത്രന്റെ പുത്രൻ പൗത്രനാണ്. പുത്രന്റെ പുത്രൻ ആരാണ്? പൗത്രനാണ്. പുത്രന്റെ പുത്രിയോ? പുത്രന്റെ പുത്രി പൗത്രിയാണ്. പുത്രന്റെ പുത്രി ആരാണ്? പൗത്രിയാണ്. പുത്രന്റെ പുത്രൻ പൗത്രനും പുത്രന്റെ പുത്രി പൗത്രിയുമാണ്. മകളുടെ മകൻ. മകളുടെ മകൻ ദൗഹിത്രനാണ്. മകളുടെ മകൻ ദൗഹിത്രനാണ്. മകളുടെ മകൾ ദൗഹിത്രിയാണ്. ഓക്കെ. മകളുടെ ഭർത്താവ് ജാമാതാവാണ്. എന്നാൽ മകന്റെ ഭാര്യ സ്നൂഷയാണ്. ഓർക്കുക, മകളുടെ ഭർത്താവ് ആരാണ്? ജാമാതാവാണ്. എന്നാൽ മകന്റെ ഭാര്യ സ്നൂഷയാണ്. പുത്രന്റെ പുത്രൻ പൗത്രൻ, പുത്രന്റെ പുത്രി പൗത്രി. അതുപോലെ തന്നെ നിങ്ങൾ പറയേണ്ടത് എന്താണ്? മകളുടെ മകൻ ദൗഹിത്രനും മകളുടെ മകൾ ദൗഹിത്രിയുമാണ്. എന്നാൽ മകന്റെ മകൻ പൗത്രനും മകന്റെ മകൾ പൗത്രിയുമാണ്. ഓർത്തിരിക്കണം, ഈ കുടുംബ ബന്ധങ്ങൾ ഓർത്തിരിക്കണം. സഹോദരിയുടെ പുത്രൻ. സഹോദരിയുടെ പുത്രൻ സഹോദരി എന്ന് പറഞ്ഞാൽ മരുമകൻ എന്ന് പറയുന്ന ആള് നമ്മൾ നേരത്തെ പഠിച്ചു, ഭാഗിനേയനാണ്. സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ. സഹോദരിയുടെ പുത്രി ഭാഗിനേയി. അതുപോലെയാണ് സഹോദരന്റെ പുത്രൻ. സഹോദരന്റെ പുത്രനാണെങ്കിൽ നിങ്ങൾക്കറിയാം, അനന്തരവനും. സഹോദരന്റെ പുത്രി അനന്തരവളുമാണ്. അനന്തരവളുമാണ്. അപ്പൊ അനന്തരവൻ, അനന്തരവൾ. അതേസമയം ഭാഗിനേയൻ, ഭാഗിനേയി, അത് സഹോദരി വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ കുടുംബ വൃക്ഷം മനസ്സിലായല്ലോ. ഇനി മാതുലൻ ആരാണ്? അമ്മാവനാണ്.
അമ്മയുടെ സഹോദരനാണ്. അമ്മയുടെ സഹോദരനാണ് മാതുലൻ എന്ന് പറയുന്നത്. മാതുലൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരനാണ്. പിതൃവ്യൻ ആണ് അച്ഛൻ്റെ സഹോദരൻ. പിതൃവ്യനാണ് അച്ഛൻ്റെ സഹോദരൻ. ചെറിയച്ഛൻ, വല്യച്ഛൻ എന്നൊക്കെ പറയുന്നത് പിതൃവ്യനാണ്. അപ്പോ അതറിയാലോ. മാതുലി ആരാ? മാതുലൻ അമ്മയുടെ സഹോദരനാകുമ്പോ മാതുലി അമ്മയുടെ സഹോദരിയാണ്. സഹോദരി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? പിതൃവ്യൻ അമ്മയുടെ അച്ഛൻ്റെ സഹോദരനാണെങ്കിൽ അച്ഛൻ്റെ സഹോദരി പിതൃവ്യ ആണ്. പിതൃവ്യ. പിതൃവ്യ എന്ന് പറയുന്നത് അച്ഛൻ്റെ സഹോദരിയാണ്. നേരത്തെ നമ്മൾ ഈ കുടുംബ ബന്ധം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ പഠിച്ച് റിപ്പീറ്റ് ചെയ്താണ് നമ്മുടെ മനസ്സിൽ വരിക. നോക്കണം. പൗത്രൻ, ദൗഹിത്രൻ, എന്താ വ്യത്യാസം? പൗത്രൻ, ദൗഹിത്രൻ എന്താ വ്യത്യാസം? ഒന്ന് ആലോചിച്ച് നോക്കൂ. പൗത്രനും ദൗഹിത്രനും തമ്മിലുള്ള വ്യത്യാസം എന്താ? പൗത്രൻ, പൗത്രി എന്ന് പറയുന്നത് ആരാണ്? മകന്റെ മകനും മകളുമാണ്. എന്നാൽ ദൗഹിത്രൻ, ദൗഹിത്രി എന്ന് പറയുന്നത് എന്താണ്? ദൗഹിത്രൻ, ദൗഹിത്രി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മകളുടെ മകനും മകളുമാണ്. ആ വ്യത്യാസം ഓർത്തിരിക്കണം. ഓക്കെ. ഭാഗിനേയൻ സഹോദരിയുടെ മകനാണ്. ഭാഗിനേയൻ എന്ന് പറയുമ്പോ ഭാഗിനേയൻ, ഭാഗിനേയി സഹോദരിയുടെ മകനും മകളുമാണ്. സഹോദരിയുടെ മകനും മകളുമാണ്. എന്നാൽ അനന്തരവനും അനന്തരവളും, അനന്തരവനും അനന്തരവളും ആരാണ്? അത് സഹോദരന്റെ മകനും മകളുമാണ്. സഹോദരന്റെ മകൻ അഥവാ മകളാണ്. വ്യത്യാസം മനസ്സിലാക്കണം. ഇപ്പൊ ശ്വശുര ആരാ? ശ്വശുര എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അച്ഛനാണ്. ശ്വശുര ഭാര്യയുടെ അച്ഛനാണ്. ശ്വശ്രുവോ അത് ആരാണ്? ഭാര്യയുടെ അമ്മയാണ്. ഓക്കെ. ആ വ്യത്യാസം നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഓക്കെ. ശ്വശുരൻ, ശ്വശ്രു എന്ന് പറയുന്നത്. ഇനി അടുത്തത് വ്യത്യസ്തമായ സമാസമുള്ള പദത്തെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. വ്യത്യസ്തമായ സമാസത്തെക്കുറിച്ചായിരുന്നു അടുത്ത ചോദ്യം. ചോദ്യം ഒന്ന് കിട്ടട്ടെ കേട്ടോ. നമുക്ക് നോക്കാം. അപ്പം പറയാം. അപ്പം സമാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ അല്ലേ, ബഹുവ്രീഹി സമാസം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പണ്ട് കേട്ടിട്ടുണ്ടോ? ഓക്കെ. ബഹുവ്രീഹി സമാസം, അങ്ങനെയുള്ള പല സമാസങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ സമാസങ്ങളെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ. ചോദ്യം ഒന്ന് കിട്ടട്ടെ. ഒന്ന് സ്റ്റക്ക് ആയിട്ടുണ്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. കുറേ എഴുതിയോണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ചോദ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. വ്യത്യസ്തമായ സമാസം ഉള്ള പദമേത്? വ്യത്യസ്തമായ സമാസമുള്ള പദമേത്? അതാണ് ഇനി അടുത്ത ചോദ്യം. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. ഓക്കെ. ഇനി മലയാളത്തിന് പകരം നമുക്ക് മലയാളത്തിൻ്റെ ക്ലാസ്സിന് പകരം ഇംഗ്ലീഷ് തുടങ്ങാം. ഇംഗ്ലീഷിലെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരു ചോദ്യ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മറ്റൊരു ഭാഗത്തേക്ക് കിടക്കും. ഇപ്പം ഭരണഘടനയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന എന്നുള്ള ചോദ്യം ആ ചോദ്യ പേപ്പറിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഒരു ചോദ്യ പേപ്പർ കഴിയുമ്പോൾ ഭരണഘടനയുടെ ഏകദേശം ഭാഗം കഴിയും. അടുത്ത ചോദ്യ പേപ്പറിൽ വീണ്ടും ആ ചോദ്യങ്ങൾ വരുമ്പോൾ ആവർത്തിക്കും, റിവിഷൻ നടക്കും. പുതിയ ചോദ്യങ്ങൾ വരുമ്പോൾ പുതിയ ചോദ്യങ്ങൾ കിട്ടും. ഓക്കെ. അപ്പോൾ നോക്കാം. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ മരപ്പൊടിയാണ് ഇവിടെ വ്യത്യസ്തമായ സമാസം. ഇവിടുത്തെ വ്യത്യസ്തമായ സമാസം ഏതാണ്? മരപ്പൊടി. മരപ്പൊടി എന്ന് പറഞ്ഞാൽ തൽപുരുഷ സമാസമാണ്. പേടിക്കണ്ടേ, നമുക്കിത് പഠിച്ചെടുക്കാം. മരപ്പൊടി തൽപുരുഷ സമാസമാണ്.
ചിലവർ ഈ സമാസം പഠിക്കേണ്ട സന്ധ്യയെ ചോദിക്കാറുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യമാണ്. 10th ലെവൽ എക്സാമുകൾക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നർത്ഥം. സെയിൽസ് അസിസ്റ്റന്റിന് ചോദിച്ച ചോദ്യമാണ്. തൽപുരുഷ സമാസമാണ് മരപ്പൊടി. മരപ്പൊടിനെ വിഗ്രഹിച്ചെഴുതുമ്പോൾ മരത്തിന്റെ പൊടി എന്നാണ് കിട്ടുക. ഇതിനെ വേണമെങ്കിൽ സംബന്ധിക തൽപുരുഷൻ എന്ന് പറയും. സംബന്ധിക തൽപുരുഷൻ കേട്ട് പേടിക്കണ്ട, നമുക്ക് പഠിക്കാം. അതായത് ഇവിടെ ഉത്തരപദത്തിനാണ് പ്രാധാന്യം. ഉത്തരപദം പ്രാധാന്യം. ഇനി ഇങ്ങനെ സമാസത്തിന്റെ ചോദ്യങ്ങൾ വീണ്ടും വരും. അപ്പൊ നിങ്ങൾക്കിത് വീണ്ടും വീണ്ടും എന്താ ഇന്നിപ്പോ ഒരു ഐഡിയ കിട്ടും. സമാസം നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല, പുതിയൊരു ചോദ്യം വന്നു, നമ്മൾ സമാസത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഒരുപാട് മലയാളത്തിൽ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വിഭക്തി, വചനപ്രത്യയം, ആദ്യം വചനങ്ങളെ കുറിച്ചൊരു ക്ലാസ് കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വചനപ്രത്യയം കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ വിവരം ഇങ്ങനെ മെല്ലെ മെല്ലെ കൂടി വരും. നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലൂടെയും കടന്നു പോകാം. അതാണ് നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്സിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇത് 54-ാമത്തെയോ 55-ാമത്തെയോ ക്ലാസ് ആയിരിക്കും. ഇതിന് മുന്നത്തെ ക്ലാസ്സുകളൊക്കെ കാണുക. അപ്പോൾ മരപ്പൊടി മരത്തിൻ്റെ പൊടിയാണ്. സംബന്ധിക തൽപുരുഷനാണ്. ഇവിടെ ഉത്തരപദത്തിന് പ്രാധാന്യമാണ്. എന്താണ് ഉത്തരപദം എന്ന് പറഞ്ഞാൽ? ഇവിടെ 2 പദങ്ങളുണ്ട് മരപ്പൊടിയിൽ. ഏതൊക്കെയാ? മരവുമുണ്ട്, പൊടിയുമുണ്ട്. അതിൽ മരത്തെ നമ്മൾ ഉത്തരപദം എന്ന് പറയും. ആണോ? മരത്തെയാണോ ഉത്തരപദം? അല്ല, ഇത് പൂർവപദമാണ്. മരം എന്ന് പറയുന്നത് എന്താണ്? പൂർവപദമാണ്. പൊടി എന്തിനാണ്? ഉത്തരപദമാണ്. നോക്കൂ, അവിടെ എന്തിൻ്റെ പൊടിയാണ് എന്നല്ലേ ചോദിക്കുക. പ്രധാനം പൊടിയെ കുറിച്ചാണ് പറയുന്നത്. പൊടിയാണ് നമുക്ക് വേണ്ടത്. അതിന് എന്ത് പൊടിയാണ് വേണ്ടത്? മരപ്പൊടിയാണ് വേണ്ടത്. ഇവിടെ പൊടിക്കാണ് പ്രാധാന്യം. 2ാമത്തെ പദത്തിനാണ് പ്രാധാന്യം. അതാണ് തൽപുരുഷ സമാസം എന്ന് പറയുന്നത്. ആ തൽപുരുഷ സമാസത്തിലുള്ള ഒരു വേർപിരിവാണ് സംബന്ധിക തൽപുരുഷൻ എന്ന് പറയുന്നത്. തൽപുരുഷ സമാസത്തിൽ തന്നെയുള്ള ഇതാണ് എന്തെന്ന്? സംബന്ധിക തൽപുരുഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? ഇവിടുത്തെ വർണ്ണവികാരം എന്ന് പറഞ്ഞാൽ ദിക്തസന്ധിയാണ് അല്ലേ? പാ ഇരട്ടിക്കാണ്. മരം പ്ലസ് പൊടി. പാ ഇരട്ടിച്ചു, മരപ്പൊടിയായി മാറി. ഇനി മറ്റുദാഹരണങ്ങൾ നോക്കൂ. പീതാംബരനായിരുന്നു ഒരു ഉദാഹരണം തന്നത്. പീതാംബരൻ. പീതാംബരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പീതമായ അംബരമുള്ളവൻ. അംബരം എന്ന് പറഞ്ഞാൽ വസ്ത്രം, അതായത് മഞ്ഞ വസ്ത്രം ധരിച്ചവൻ. അതിൻ്റെ അർത്ഥം മഞ്ഞ വസ്ത്രം ധരിച്ചവൻ എന്നുള്ള അർത്ഥം വിഷ്ണു അഥവാ കൃഷ്ണനാണ്. അതായത് ഇവിടെ പ്രാധാന്യം പൂർവപദത്തിനോ ഉത്തരപദത്തിനോ അല്ല. ആരാണോ ആ വസ്ത്രം ധരിച്ചിരിക്കുന്നത് അവനെ കുറിച്ചാണ് പറയുന്നത്. മരത്തിന്റെ പൊടി എന്ന് പറഞ്ഞാൽ പൊടി തന്നെയാണ്. പക്ഷെ ഇവിടെ മഞ്ഞയ്ക്കോ വസ്ത്രത്തിനോ അല്ല പ്രാധാന്യം. മഞ്ഞ വസ്ത്രം ധരിച്ചവനാണ് പ്രാധാന്യം. അത് ശ്രീകൃഷ്ണനാണ്. അപ്പൊ പൂർവോത്തര പദങ്ങളല്ലാതെ 3ാമത്തെ ഒരു പദത്തിന് പ്രാധാന്യം വരുമ്പോഴാണ് അതിനെ ബഹുവ്രീഹി സമാസം എന്ന് പറയുക. ബഹുവ്രീഹി സമാസം. ഇത് ബഹുവ്രീഹി സമാസമാണ്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത പദം ഏതായിരുന്നു? മറ്റൊരു പദം വന്നിട്ടുള്ളത് സുമുഖി എന്നാണ്. ഏതായിരുന്നു ആ ചോദ്യം? എന്തായിരുന്നു? അങ്ങനല്ലേ? സുമുഖി എന്നല്ലേ വന്നിരുന്നത്? ആ സുമുഖി. സുമുഖി പിന്നെ നാൻമുഖനാണ്. സുമുഖി എന്ന് പറഞ്ഞാൽ സുന്ദരമായ മുഖമുള്ളവളാണ് സുമുഖി. അവിടെ സുന്ദരത്തിനോ മുഖത്തിനോ അല്ല പ്രാധാന്യം. അങ്ങനെയുള്ള മുഖത്തോടു കൂടിയവൾ, അവൾക്കാണ് അവിടെ പ്രാധാന്യം. അപ്പൊ അവൻ, അവൾ എന്നൊക്കെ പറയാം. മഞ്ഞ വസ്ത്രം ധരിച്ചവൻ, സുന്ദരമായ മുഖത്തോടു കൂടിയവൾ, അവനും അവളൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോ 3ാമത്തെ പദത്തിനാണ് പ്രാധാന്യം. പൂർവപദത്തിനോ ഉത്തരപദത്തിനോ അല്ല. അതും എന്താണ്? ബഹുവ്രീഹി സമാസമാണ്. അതും ബഹുവ്രീഹി സമാസമാണ്. ഇനി അടുത്തത് വരുമ്പോ നോക്കൂ, നാൻമുഖൻ. നാൻമുഖൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. 4 മുഖമുള്ളവനാണ് നാൻമുഖൻ. 4 മുഖമുള്ളവൻ.
അത് ബ്രഹ്മാവാണ് എന്ന് പറഞ്ഞാൽ അതും എന്ത് സമാസമാണ്? ബഹുവ്രീഹി സമാസമാണ്. അപ്പൊ ഞാനടുത്ത് എഴുതിക്കോളൂ. എനിക്ക് തന്ന എഴുതിക്കോ. എവിടെ ചെയ്തു? എഴുതു. ബഹുവ്രീഹി സമാസമാണ്. അപ്പോ ഇവിടെയും എന്താണ്? നാലാമത്തെ ആളാണ്. മനസ്സിലായോ? അല്ല സോറി, 4 മുഖമുള്ളവനാണ്. പറഞ്ഞോളൂ. ഞാൻ എന്താ വേഗം എഴുതിക്കൂ. ഓക്കെ, യെസ്. അടുത്ത് അപ്പൊ അവിടെയും എന്താണ്? അവൻ അവളൊക്കെ വരുമ്പോ ബഹുവ്രീഹി സമാസമാണ്. അവിടെ പൂർവോത്തര പദങ്ങൾക്കല്ല പ്രധാനം. എന്താണ്? മൂന്നാമത്തെ ആ പദത്തിനാണ് പ്രാധാന്യം, മൂന്നാമത്തെ വ്യക്തിക്കാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നതിൽ നാൻമുഖനാകട്ടെ, അതുപോലെ തന്നെ പീതാംബരനാകട്ടെ, അതുപോലെ തന്നെ സുമുഖിയാകട്ടെ, ഒക്കെ മൂന്നാമത്തെ പദത്തിനാണ് പ്രാധാന്യം. പക്ഷെ മരപ്പൊടി, പൊടിക്കാണ് പ്രാധാന്യം, ഉത്തരപദത്തിന് പ്രാധാന്യം വരുന്നു. അങ്ങനെയുള്ളതാണ് തൽപുരുഷ സമാസം ആണ് അവിടെ വന്നിട്ടുള്ളത്, ഉത്തരപദത്തിന് പ്രാധാന്യം. അതുകൊണ്ട് അവിടെ മരപ്പൊടിയാണ് വേറിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ സമാസങ്ങളെ കുറിച്ച് ധാരണയുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നിൽക്കുള്ളൂ. ബഹുവ്രീഹി സമാസത്തെ തിരിച്ചറിയാനുള്ള പണി നമ്മൾ പഠിച്ചു. എങ്ങനെ ബഹുവ്രീഹി സമാസത്തെ നമ്മൾ തിരിച്ചറിയുക? ബഹുവ്രീഹി സമാസത്തെ തിരിച്ചറിയാൻ നമ്മൾ വളരെ സിമ്പിളാണ്. അതിൽ അവൻ അവൾ വരും, അല്ലേ? ആ ഭാഗത്ത്. ഇനി തൽപുരുഷ സമാസം, നമുക്ക് ഓരോ സമാസത്തെയും ഒന്നും കൂടി എടുത്ത് പഠിക്കാം. നമുക്ക് ക്ലാസ് കഴിഞ്ഞു. ഈ സമാസങ്ങളെല്ലാ സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞു. തൽപുരുഷ സമാസം എന്ന് പറഞ്ഞാൽ ഉത്തരപദത്തിന് പ്രാധാന്യം, ഉത്തരപദത്തിനാണ് പ്രാധാന്യം. നമ്മൾ പഠിച്ചു. അവിടെ പൂർവോത്തര പദങ്ങൾ സമാന അധികാരത്തിലല്ല, അവിടെ ഉത്തരപദത്തിന് പ്രാധാന്യമുണ്ട്. എന്തിൻ്റെ? പൊടി എന്നുള്ളത് തന്നെയാണ് അവിടെ പ്രധാനം. അപ്പം പൊടിക്കാണ് പ്രധാനം. ഇനി ഇങ്ങനെ ഇത് വിഗ്രഹിക്കുമ്പോൾ എന്നതിനനുസരിച്ചിട്ട് സംബന്ധിക തൽപുരുഷൻ വരും. അത് ഇന്ത്യ വരുമ്പോൾ സംബന്ധിക തൽപുരുഷൻ, വിഗ്രഹിക്കുമ്പോൾ മരത്തിൻ്റെ പൊടി, ആ ഇന്ത്യയെ ഓർത്താൽ മതി. അങ്ങനെ വരുമ്പോൾ സംബന്ധിക തൽപുരുഷൻ വരും. ഇനി കർമ്മ തൽപുരുഷൻ വരും. അതായത് ഇപ്പൊ പാക്കുവെട്ടി, പാക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? പാക്കിനെ വെട്ടുന്നത്, അവിടെ എ ആണ് വരിക. അത് കർമ്മ തൽപുരുഷനാണ്. രാമൻ രാവണനെ കൊന്നു, ഏ കർമ്മ തൽപുരുഷനാണ്. ആരെ കൊന്നു? ഏനെ കൊന്നു. കർമ്മ തൽപുരുഷനാണ് വരുന്നത്. അപ്പോ അവിടെ എ എന്നുള്ളത് വിഗ്രഹിച്ചു വരുമ്പോ അത് കർമ്മ തൽപുരുഷനായി. അതേസമയം വേണുഗാനം, അവിടെ എന്താണ്? വേണുവിനാൽ ചെയ്യപ്പെടുന്ന ഗാനമാണ്. അവിടെ ആൽ വരുന്നുണ്ട്. അതുകൊണ്ട് കാരണ തൽപുരുഷനാണ്. ഓർക്കുക, ആ തൽപുരുഷന്മാർ അങ്ങനെ ഉണ്ട്. അപ്പൊ തൽപുരുഷൻ ഉത്തരപദത്തിനാണ് പ്രാധാന്യം. ഇനി കർമ്മധാരയ സമാസം, കർമ്മധാരയ സമാസം എന്ന് പറയുന്ന ഒരു സമാസമുണ്ട്. എന്താണ് കർമ്മധാരയ സമാസം? കർമ്മധാരയ സമാസത്തിൽ ഒരു വിശേഷണ വിശേഷ ബന്ധ്യം വരും. ഒരു വിശേഷണ വിശേഷ ബന്ധ്യം, ഒരു വിശേഷണവും ഉണ്ടായിരിക്കും, ഒരു വിശേഷ്യവും ഉണ്ടായിരിക്കും. നീലമേഘം, മേഘത്തെ വിശേഷിപ്പിക്കുകയാണ്. നേരത്തെ ഉള്ള വിശേഷമല്ല, മേഘത്തിന്റെ നിറം എന്താ? നീലയായ മേഘം. അങ്ങനെ വരുമ്പോൾ അത് കർമ്മധാരയ സമാസമാണ്. പൂർണ്ണചന്ദ്രൻ, പൂർണ്ണമായ ചന്ദ്രൻ. നോക്കൂ, മഹാരാജാവ്, മഹാനായ രാജാവ്. എങ്ങനെ ആയ രാജാവ്? കണ്ടുവോ? അങ്ങനെ വരുമ്പോ അതിനെ പറയുന്ന പേരാണ് കർമ്മധാരയ സമാസം. ഇനി ദിഗു സമാസമുണ്ട്. അവിടെ പൂർവപദം ഒരു എണ്ണമായിരിക്കും. ദിഗു സമാസം എന്ന് പറയുന്നത് പൂർവപദം ഒരു എണ്ണമായിരിക്കും. ദിഗു സമാസം.
പൂർവപദം ആദ്യത്തെ പദം എന്തായിരിക്കും? ഒരു എണ്ണമായിരിക്കും. ഉദാഹരണത്തിന് പൂർവപദം ഒരു എണ്ണത്തെ സൂചിപ്പിക്കുന്നു. സംഖ്യാവാചകങ്ങളായിരിക്കും അവിടെ വരിക. മുക്കണ്ണൻ, കണ്ടുവോ? മുക്കണ്ണൻ. നാൻമുഖൻ, നാൻമുഖൻ എന്ന് പറയുന്നത് ബഹുവ്രീഹിയുമാണ്, അതുപോലെ തന്നെ ദിഗുസമാസവുമാണ്. അതുപോലെ തന്നെ ദശാനനൻ, 10 മുഖമുള്ളവൻ. നാൻമുഖൻ, ദശാനനൻ ആരാണ്? ദശാനനൻ എന്ന് പറഞ്ഞാൽ രാവണനാണ്. നാൻമുഖൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. മുക്കണ്ണൻ എന്ന് പറഞ്ഞാൽ അല്ലേ ശിവന്റെ തലേന്റെ പട ഒരു കണ്ണും കൂടി ഉണ്ടാവും. 3 കണ്ണുള്ളവനാണ്. ഇവിടെയൊക്കെ പൂർവ്വപദത്തിൽ എന്ത് വരുന്നുണ്ട്? ഒരെണ്ണം വരുന്നുണ്ട്, സംഖ്യാവാചികയായിട്ടുള്ളതായി വരുന്നുണ്ട്. അതിനെ ദിഗു എന്നാണ് വിളിക്കുക. അടുത്ത സമാസം അവ്യയീഭാവ സമാസമാണ്. അവ്യയീഭാവ സമാസം. അവ്യയീഭാവ സമാസം. അവ്യയീഭാവ സമാസത്തിൽ എന്താണ്? ക്രിയയേനെയാണ് അവിടെ വിശേഷിപ്പിക്കുക. ക്രിയയേനെയാണ് വിശേഷിപ്പിക്കുക. ഇപ്പൊ ദിനം പ്രതി, ദിവസം തോറും. അനുദിനം എന്നുള്ള വാക്ക്, അനുദിനം എന്നുള്ള വാക്ക്. സസ്നേഹം, സ്നേഹത്തോടെ. അതുപോലെ തന്നെ പ്രതിമാസം, ഓരോ മാസവും. പ്രതിദിനം. ഇതൊക്കെ അവ്യയീഭാവമാണ്. അവിടെ എന്താ വരിക? അവ്യയീഭാവ സമാസമാണ്. അവിടെ എന്താണ്? ഒരു ക്രിയയെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി ദ്വന്ദ്വ സമാസമുണ്ട്. 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യം. മറ്റത് വിശേഷണ വിശേഷ്യ എന്ന് നേരത്തെ പഠിച്ച അത്. ഇത് ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ സമാസം 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യം. വിശേഷണ വിശേഷം എന്നല്ല വരിക. ഇപ്പൊ ഉദാഹരണത്തിന് കൈകാലുകൾ, കയ്യും കാലുമാണ്. 2നും പ്രാധാന്യമുണ്ട്. രാമകൃഷ്ണന്മാർ, രാമനും കൃഷ്ണനും അവിടെ തുല്യ പ്രാധാന്യമാണ്. മാതാപിതാക്കൾ. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച ബഹുവ്രീഹി സമാസമാണ് മറ്റൊന്ന് ഏതാണ്? ബഹുവ്രീഹി സമാസം. 3ാമത്തെ പദത്തിനായിരിക്കും അവിടെ എന്ത് പ്രാധാന്യം? ഈ 2 പദങ്ങൾക്കുമല്ല, 3ാമത്തെ ഒരു പദത്തിനാണ് പ്രാധാന്യം. ചെന്താമര കണ്ണൻ. ചെന്താമരയ്ക്കോ കണ്ണനോ അല്ല, ചെന്താമര പോലെ കണ്ണുള്ളവൻ, അവനാണ് പ്രാധാന്യം. അതുപോലെ തന്നെ സ്ഥിരബുദ്ധി, ഉറച്ച ബുദ്ധിയുള്ളവൻ. സ്ഥിരബുദ്ധി എന്നുള്ളത് ഉറച്ച ബുദ്ധിയുള്ളവൻ എന്നാണ് അർത്ഥം. ഇതൊക്കെ ബഹുവ്രീഹി സമാസമാണ്. അവിടെ സ്ഥിരത്തിനോ ബുദ്ധിക്കോ ഉള്ളതിനേക്കാൾ പ്രാധാന്യമുണ്ട്. സ്ഥിരബുദ്ധിയുള്ളവൻ, അവനാണ് അവിടെ പ്രാധാന്യം. അങ്ങനെയുള്ള ആൾ ആരാണോ? പങ്കജാക്ഷി, താമരയിതള് പോലെയുള്ള കണ്ണുകൾ ഉള്ളവൾ. ഇതൊക്കെ ബഹുവ്രീഹി സമാസമാണ്. ക്ലിയർ ആവുണ്ടല്ലോ? നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടല്ലോ എന്താണ് സമാസം എന്ന് പറഞ്ഞാൽ? അപ്പോ ഇതാണ് സമാസങ്ങൾ. ബഹുവ്രീഹി സമാസം എന്ന് പറഞ്ഞാൽ 3ാമത്തെ പദത്തിന് പ്രാധാന്യം, അവൻ അവളൊക്കെ അതിന്റെ താഴെയായിട്ട് വരും. ദ്വന്ദ്വ സമാസം എന്ന് പറഞ്ഞാൽ 2 പദത്തിനും പ്രാധാന്യം, വിശേഷണ വിശേഷ്യങ്ങളല്ല. എങ്ങനെയുള്ള കാല് എന്നല്ല പറയണത്, എങ്ങനെയുള്ള കൃഷ്ണൻ എന്നല്ല പറയണത്, എങ്ങനെയുള്ള പിതാവ് എന്നുള്ളതല്ല പറയണത്. 2 കൂടി ചേർന്നിട്ടാ. രാമകൃഷ്ണന്മാർ, മാതാപിതാക്കൾ, കൈകാലുകൾ. അങ്ങനെ 2നും പ്രാധാന്യം വരുമ്പോൾ അത് ദ്വന്ദ്വ സമാസം. അവ്യയീഭാവ സമാസം ഒരു ക്രിയനെ വിശേഷിപ്പിക്കുന്നതാണ്. അനുദിനം, സസ്നേഹം, പ്രതിമാസം, പ്രതിദിനം എന്നൊക്കെ പറയുന്നത്. ദിഗു സമാസം പൂർവ്വപദം ഒരു എണ്ണമായിട്ട് മാറും. മുക്കണ്ണൻ, നാൻമുഖൻ, ദശാനൻ. ഇതൊക്കെ ബഹുവ്രീഹിയിലും പെട്ട തന്നെയാണ്. 3 കണ്ണുള്ളവൻ, 4 മുഖമുള്ളവൻ, അവനാണ്. പക്ഷെ ഇവിടെ പൂർവ്വപദം ഒരു എണ്ണമാണ്. അത് ദിഗു സമാസം എന്ന് പറയും. അടുത്തത് വിശേഷണ വിശേഷ്യങ്ങൾ വിശേഷിപ്പിക്കുകയാണ്. നീലമേഘം, നീലയായ മേഘമാണ്. പൂർണ്ണചന്ദ്രൻ, പൂർണ്ണമായ ചന്ദ്രനാണ്. മഹാരാജാവ്, മഹാനായ രാജാവാണ്. അത് ഏതാണ്? അവിടെ കർമ്മധാരയ സമാസമാണ്. വിശേഷണ വിശേഷ്യം. ഇനി നമ്മൾ പഠിച്ച ഒന്നാണ് തൽപുരുഷ സമാസം. അവിടെ ഉത്തരപദത്തിനാണ് പ്രാധാന്യം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇതാണ് നമുക്ക് പ്രധാനമായി. പിന്നെ ബഹുവ്രീഹിയൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയുമാണ്. ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അവസാനം വരെ കാണുന്നവർ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ചോദ്യ പേപ്പറുകൾ നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന അന്ന് തന്നെ, ഇതിൻ്റെ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടും അതുപോലെ തന്നെ അതിൻ്റെ എക്സാമും അവിടുന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെയൊക്കെ വിശദമായ നോട്ട് കിട്ടും, എക്സാം കിട്ടും. അതുകൂടാതെ
നിങ്ങൾക്ക് എക്സാം ആപ്പിൽ ആണ് കിട്ടുക. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ സൗകര്യം ചെയ്യും. ഓക്കെ, പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചു പോവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പെയ്ഡ് കോഴ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെ നേരത്തെ മുൻകൂട്ടി ഒരുങ്ങി തുടങ്ങുക. പല 10th ലെവൽ എക്സാമുകളും വരാൻ പോവുകയാണ്, മടി പിടിച്ചിരിക്കരുത്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഇപ്പോൾ പഠനമൊക്കെ നന്നായി പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു.